വ്യത്യാസമില്ലാതെ ഒറ്റ ലക്ഷ്യത്തിനായി പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഗമമാണ് പരിശുദ്ധമായ ഹജ്ജ്. പരിശുദ്ധമായ ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നത് സമത്വത്തിൻ്റെ സന്ദേശമാണ്. ഇഹ്റാമിൻ്റെ 2 വെള്ള വസ്ത്രം അണിയുന്നതിലൂടെ രാജാവും പ്രജയും പാവപ്പെട്ടവനും പണക്കാരനും ഒന്നുപോലെ എന്ന ഉന്നതമായ സമത്വത്തിൻ്റെ സന്ദേശമാണ് ഓരോ ഹജ്ജും നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ഹാജിയുടെയും ഓരോ ഹജ്ജുമയുടെയും മനസ്സിലേക്ക് അലയടിക്കുന്ന ചരിത്രമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭാര്യയായ ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആരാരുമില്ലാത്ത വിജനമായ മക്കയിൽ കൊണ്ട് വിട്ടതിനു ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും കഴിക്കുവാൻ ആഹാരമോ കുടിക്കുവാൻ വെള്ളമോ ഇല്ലായിരുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദാഹിച്ച് കഴിയുമ്പോൾ ഹാജറ അലൈഹി സ്വലാത്തു വസ്സലാം സഫയിൽ നിന്നും മർവയിലേക്ക്, മർവയിൽ നിന്നും സഫയിലേക്ക് ഓടി തൻ്റെ മകന് കുടിപ്പിക്കാൻ ഇച്ചിരി വെള്ളം അന്വേഷിക്കുകയാണ്. ഈ സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നും പരിശുദ്ധമായ സംസം പാനീയം നൽകുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരികെ വരികയും അള്ളാഹുവിൻ്റെ അടുത്ത കൽപ്പന പ്രകാരം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കുവാനായി മിനയിലേക്ക് പോകുന്ന സന്ദർഭം ശൈത്താൻ വിളിച്ചു പറയുകയാണ്, അല്ലേ ഇബ്രാഹിം, താങ്കൾ അള്ളാഹുവിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം പറയുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല് പറക്കി എറിയുന്നതും ഓരോ ഹാജിയുടെയും ഓരോ ഹജ്ജുമയുടെയും മനസ്സിലേക്ക് അലയടിക്കുന്ന ചരിത്രങ്ങളാണ്. ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കെല്ലാമാണ്? ഹജ്ജ് നിർബന്ധമാകുന്നതിന് 5 ഷർത്തുകളുണ്ട്. ഈ 5 ഷർത്തുകൾ പാലിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നത്. മുസ്ലിമായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നത്. കാഫിറായ വ്യക്തിക്ക് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നില്ല. ശരീഅത്തിന്റെ നിയമങ്ങൾ കാഫിറായ ഒരു വ്യക്തിക്ക് ബാധകമാകാത്തത് കൊണ്ടാണ് ഹജ്ജ് ഉംറ കാഫിറായ വ്യക്തിക്ക് നിർബന്ധമാകാത്തത്. സ്വതന്ത്രനായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നത്. മുസ്ലിമാണ് എന്നാൽ അവൻ അടിമയാണ് എങ്കിൽ അവന് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നില്ല. മൂന്നാമതായി പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്കാണ് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നത്. മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, എന്നാൽ അവൻ കുട്ടിയാണ് എങ്കിൽ അവന് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നില്ല. അവൻ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് ശരിയാവും, എന്നാൽ അവൻ പ്രായപൂർത്തിയായതിനു ശേഷം അവന് ഹജ്ജ് ഉംറ ചെയ്യാനുള്ള സമ്പാദ്യം അവൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഫർളിയത്ത് വീടാനായി ഹജ്ജ് ചെയ്യേണ്ടതാണ്. നാലാമതായി ബുദ്ധിയുള്ള ഒരാൾക്കാണ് ഹജ്ജ് ഉംറ നിർബന്ധമാവുക. മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, പ്രായപൂർത്തിയായ ആളാണ്, എന്നാൽ അവൻ ഭ്രാന്തനാണ് എങ്കിൽ അവന് ഹജ്ജ് ഉംറ നിർബന്ധമാവുന്നില്ല. അഞ്ചാമതായി അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ യാത്രയ്ക്കുള്ള സമ്പാദ്യം ഉണ്ടാവുക. നമ്മൾ സാധാരണമായി 40 ദിവസത്തെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് ഇവിടുന്ന് ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാനായി ഉംറ ചെയ്യാനായി പോകുന്നത്. ഇപ്പം 40 ദിവസം അവന് ചെലവിന് കൊടുക്കൽ ബാധ്യതയായ ആളുകൾക്ക് ചെലവിന് കൊടുത്ത സമ്പത്ത് കഴിഞ്ഞ് അവന് യാത്രയ്ക്ക് പോയി തിരിച്ചു വരാനുള്ള സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവന് ഹജ്ജ് ഉംറ നിർബന്ധമാകുന്നത്. ഹജ്ജ് ഉംറ നിർബന്ധമായി എന്നതുകൊണ്ട് മാത്രം ഹജ്ജ് ഉംറയുടെ നിർവഹണം നിർബന്ധമാകണമെന്നില്ല. നിർവഹണം നിർബന്ധമാകണമെങ്കിൽ 5 ഷർത്തുകൾ പാലിക്കണം. ഈ 5 ഷർത്തുകൾ പാലിച്ചാൽ മാത്രമാണ് ഹജ്ജ് ഉംറയുടെ നിർവഹണം നിർബന്ധമാകുന്നത്. ഒന്നവന് ശാരീരിക സൗഖ്യം ഉണ്ടാവുക, അതായത് പരിശുദ്ധമായ ഹറമിൽ ചെന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവന് ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാകുന്നുള്ളൂ. അതുപോലെ യാത്രയിൽ തടസ്സമില്ലാതിരിക്കുക. നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുകയാണ്. അപ്പം വ്യോമപാതയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് ഭയമുണ്ടെങ്കിൽ അവന്റെ ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാവുന്നില്ല. യാത്രാ സുരക്ഷ ഉണ്ടായിരിക്കുക. അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുകയാണ്, വഴിമധ്യേ ഇറാന്റെയോ അമേരിക്കയുടെ മിസൈൽ വന്ന് പതിക്കുമെന്ന് ഭയമുണ്ട് എങ്കിൽ അവന്റെ ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാവുന്നില്ല. സ്ത്രീയോടൊപ്പം മഹറം ഉണ്ടായിരിക്കുക. സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഹജ്ജിന് പോകാൻ സാധിക്കുകയില്ല. അവളുടെ പിതാവോ അവളുടെ സഹോദരനോ അവളുടെ ഭർത്താവോ അവളുടെ മകനോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീക്ക് ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാകുന്നുള്ളൂ. അഞ്ചാമതായി ഇരിക്കുന്ന സ്ത്രീ ആവാതിരിക്കുക. അതായത് ത്വലാഖ് ചൊല്ലിയതോ ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയതോ ആയ സ്ത്രീകൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാകുന്നില്ല. ഈ വർഷം അവർക്ക് ചെയ്യാൻ പറ്റിയില്ല, അടുത്ത വർഷത്തേക്ക് അവർ രജിസ്റ്റർ ചെയ്ത് കിട്ടുവാണെങ്കിൽ അവർക്ക് അടുത്ത വർഷം ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരങ്ങൾ നമുക്ക് ഫർളാവാറുണ്ട്.
എല്ലാ വർഷവും റമളാൻ മാസത്തിൽ നമുക്ക് നോമ്പ് 30 ദിവസത്തെ നോമ്പ് നമുക്ക് ഫർളാവാറുണ്ട്. അതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമാണ് ഹജ്ജ് ഉംറ ഫർളാവുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹജ്ജ് ഉംറ ഒറ്റ പ്രാവശ്യം മാത്രമാണ്. അവൻ പ്രായപൂർത്തിയായതിനു ശേഷം അവന് ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ശേഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഹജ്ജ് ഉംറ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വാജിബാകുന്നത്. ഹനഫി മദ്ഹബ് പ്രകാരം ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവൻ ആദ്യവും ശേഷവും ചെയ്യുന്ന ഹജ്ജ് ഉംറകൾ സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ ഹജ്ജ് എന്താണ്, ഉംറ എന്താണ്, ഹജ്ജ് നിർബന്ധമാകുന്നതിലെ ഷർത്തുകൾ എന്തൊക്കെയാണ്, ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാകുന്നതിലെ ഷർത്തുകൾ എന്തൊക്കെയാണെന്ന് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഒരു ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തി പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നിയത്ത് ചെയ്യുന്ന ബോർഡറുകൾ, അതായത് മീഖാത്തുകൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നമസ്കാരങ്ങൾ നിയത്ത് ചെയ്യാറുള്ളവരാണ്, അതുപോലെ നോമ്പ് നോൽക്കുമ്പോൾ നാം നിയത്ത് ചെയ്യാറുള്ളവരാണ്. അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് ഉംറ ചെയ്യുന്ന സന്ദർഭത്തിൽ നിയത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത്. ഈ സ്ഥലങ്ങളിൽ നിന്നും നിയത്ത് ചെയ്യാതെ പരിശുദ്ധമായ ഹറമിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൽ കുറ്റകൃത്യമാണ്, അതിന് പ്രായശ്ചിത്തം നൽകേണ്ടതായി വരും. ഒരു ഹജ്ജ് ചെയ്യുന്ന ആള്, ഒരു ഉംറ ചെയ്യുന്ന ആള് അവസാനമായി നിയത്ത് ചെയ്യേണ്ട സ്ഥലങ്ങൾക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത്. മീഖാത്തിന്റെ ഭാഷാർത്ഥം അത് ബോർഡറുകൾ എന്നാണ്. 5 മീഖാത്തുകളാണ് ഉള്ളത്. 1 യലംലം, 2 ഖർനുൽ മനാസിൽ, 3 ദാത്തുൽ ഇറഖ്, 3 ദുൽഹുലൈഫ, 5 ജുഹ്ഫ. ഈ 5 മീഖാത്തുകളാണ് ഉള്ളത്. ഈ ഭാഗത്ത് നിന്നും പരിശുദ്ധമായ കഅബയിലേക്ക് പോകുന്ന ആളുകൾ യലംലം എന്ന മീഖാത്തിൽ ഇഹ്റാം ചെയ്തതിനു ശേഷമാണ് പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ ഭാഗത്ത് നിന്നും പരിശുദ്ധമായ കഅബയിലേക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും വരുന്ന ആളുകൾ ഖർനുൽ മനാസിൽ എന്ന മീഖാത്തിൽ ഇഹ്റാം ചെയ്തതിനു ശേഷം മാത്രമേ പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ ഭാഗത്ത് നിന്നും പരിശുദ്ധ കഅബയിലേക്ക് വരുന്ന ആളുകൾ ദാത്തുൽ ഇറഖ് എന്ന മീഖാത്തിൽ വന്ന് ഇഹ്റാം ചെയ്തതിനു ശേഷം മാത്രമേ കഅബയിലേക്ക് പ്രവേശിക്കാവുള്ളൂ. ഈ ഭാഗത്ത് നിന്നും വരുന്ന ആളുകൾ ദുൽഹുലൈഫയിലും ജുഹ്ഫയിലും വന്ന് ഇഹ്റാം ചെയ്ത് നിയത്ത് ചെയ്തതിനു ശേഷം മാത്രമേ പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഓരോ മീഖാത്തുകളെ പറ്റിയും വിശദമായി ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ മീഖാത്താണ് യലംലം. യമൻ രാജ്യത്ത് നിന്നും ആ ഭാഗത്തുള്ള ആളുകൾ വന്ന് ഇഹ്റാം ചെയ്ത് നിയത്ത് ചെയ്തതിനു ശേഷം നിയത്ത് ചെയ്യുന്ന മീഖാത്തുകൾക്കാണ് യലംലം എന്ന് പറയുന്നത്. യലംലം നിന്നും പരിശുദ്ധമായ ഹറമിലേക്ക്, പരിശുദ്ധമായ മക്കയിലേക്ക് ഏകദേശം 120 കിലോമീറ്ററാണ് ദൂരമുള്ളത്. മക്കയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ യലംലം എന്ന മീഖാത്ത് സ്ഥിതി ചെയ്യുന്നത്. യമനിലെ തിഹാമ എന്ന മലയുടെ താഴ്വാരത്താണ് യലംലം എന്ന മീഖാത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യലംലം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുകയില്ല, മറിച്ച് അൽ സാദിയ എന്നാണ് ഈ മീഖാത്ത് അറിയപ്പെടുന്നത്. അപ്പം അൽ സാദിയ എന്ന് നമ്മൾ സെർച്ച് ചെയ്താലേ യലംലം എന്ന മീഖാത്ത് കാണാൻ സാധിക്കുള്ളൂ. സാധാരണയായി നമ്മൾ ഇന്ത്യക്കാരെല്ലാം വിമാനം വഴി ജിദ്ദയിലേക്ക് പോകുമ്പോൾ യലംലം എന്ന മീഖാത്തിന്റെ ബോർഡർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ജിദ്ദയിലേക്ക്, ഹറമിലേക്ക് എത്തുന്നത്. അപ്പം വിമാനത്തിൽ വെച്ച് അനൗൺസ്മെന്റ് ഉണ്ടാകും, യലംലം എത്താറായിട്ടുണ്ട്, ഇഹ്റാം ചെയ്യാത്തവർക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണെന്ന്. സാധാരണയായി നമ്മൾ ഇന്ത്യക്കാർ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്തതിനു ശേഷമാണ് ജിദ്ദയിലേക്ക്, ഹറമിലേക്ക് പോകുന്നത്. ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ യലംലം ബോർഡറിന് മുമ്പ് തന്നെ ഇഹ്റാം ചെയ്യാവുന്നതാണ്. ഇതാണ് യലംലമിലെ മീഖാത്ത്. നമ്മൾ പറഞ്ഞു സാദിയ എന്ന താഴ്വരയിലാണ് ഈ മീഖാത്ത് സ്ഥിതി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു വിജനമായ പ്രദേശമാണ് നമ്മൾ കരുതി കാണും. പക്ഷെ ഒരു വിജനമായ സ്ഥലമൊന്നുമല്ല, വിശാലമായ സൗകര്യങ്ങളുള്ള വിശാലമായ ഒരു പള്ളിയാണ് യലംലമിലെ മീഖാത്ത്. ഇവിടെ കുളിക്കുവാനും വസ്ത്രം മാറുവാനും ഇഹ്റാം ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ മീഖാത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവരുടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുമുണ്ട്. അടുത്ത മീഖാത്താണ് ഖർനുൽ മനാസിൽ. തോയിഫിനടുത്താണ് ഈ ഖർനുൽ മനാസിൽ എന്ന മീഖാത്ത് സ്ഥിതി ചെയ്യുന്നത്. ഖർനുൽ മനാസിൽ നിന്നും പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ ഹറമിലേക്ക് ഏകദേശം 78 കിലോമീറ്ററാണ് ദൂരമുള്ളത്. റിയാദ്, UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കരമാർഗവും ഫ്ലൈറ്റ് മാർഗവും വരുന്ന ആളുകൾ ഖർനുൽ മനാസിൽ എന്ന മീഖാത്തിൽ വന്ന് ഇറങ്ങി ഇഹ്റാം ചെയ്ത് നിയത്ത് ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധമായ ഹറമിലേക്ക്, പരിശുദ്ധമായ കഅബയിലേക്ക് പ്രവേശിക്കുന്നത്. തായിഫുകാർക്ക് 2 വഴിയിലൂടെ വരാം. ഒന്ന് മലയിറങ്ങി വരാം, 2 തോയിഫിന്റെ താഴ്വാരങ്ങളിലൂടെ വരാം. തോയിഫിന്റെ താഴ്വാരങ്ങളിലൂടെ വരുന്ന ആളുകൾക്കാണ് ഖർനുൽ മനാസിൽ എന്ന മീഖാത്ത് കാണാൻ സാധിക്കുക. തോയിഫിന്റെ മലയിറങ്ങി വരുന്നവർക്ക് വാദി മുഹറം എന്ന മറ്റൊരു പേരിലുള്ള മീഖാത്താണ് കാണാൻ സാധിക്കുക. അപ്പൊ ഈ 2 മീഖാത്തുകളും ഒറ്റ മീഖാത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്.
ഇപ്പം ഇന്ത്യക്കാർ പോകുമ്പോൾ പല വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പല പാതയിലൂടെയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്, പല രാജ്യങ്ങൾ കടന്നിട്ടാണ് ജിദ്ദയിലേക്ക് കഅബയിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇന്ത്യക്കാർക്ക് കർണുൽ മനാസിൽ എന്ന മീക്കാത്ത് കഴിഞ്ഞ് വേണം ജിദ്ദയിലേക്ക് എത്താൻ. അപ്പോൾ ഈ കർണുൽ മനാസിൽ എത്തുന്ന അനൗൺസ്മെന്റ് ഉണ്ടാവും, കർണുൽ മനാസിൽ എത്താറായിട്ടുണ്ട്, ഇഹ്റാം ചെയ്യേണ്ടവർക്ക് ഇഹ്റാം ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഇഹ്റാം ചെയ്യാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് അവിടെ വെച്ച് ഇഹ്റാം ചെയ്യാവുന്നതാണ്. ഇതാണ് കർണുൽ മനാസിലെ പള്ളി. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് ഹാജിമാർ ഇഹ്റാം ചെയ്തതിനു ശേഷം ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കുളിക്കാനും നമസ്കരിക്കാനും ഉളു എടുക്കാനുമുള്ള എല്ലാ തർത്തീബുകളും അവിടുത്തെ ഗവൺമെന്റ് എലംലമിലെ മസ്ജിദ് പോലെ കർണുൽ മനാസിലെ മസ്ജിദും തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത മീക്കാത്താണ് ദാത്തു ഇറക്ക്. ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യുന്ന മീക്കാത്താണ് ദാത്തു ഇറക്കിലെ മീക്കാത്ത്. ദാത്തു ഇറക്കിൽ നിന്നും പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ മക്കയിലേക്ക് ഏകദേശം 94 കിലോമീറ്റർ ആണുള്ളത്. മക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ദാത്തു ഇറക്ക് എന്ന ഈ മീക്കാത്ത് സ്ഥിതി ചെയ്യുന്നത്. പണ്ടൊക്കെ ഇതൊരു മരുഭൂമിയിലൂടെ വരുമ്പോഴായിരുന്നു ഈ മീക്കാത്ത് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ മക്കയിലേക്ക് പോകാൻ പല വഴികളുണ്ടായിരുന്നു. അപ്പം ആളുകളെല്ലാം ഓരോ വഴികളിലൂടെ പോകുന്നതിനാൽ ഈ മീക്കാത്ത് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യക്കാർക്ക് ഇതുവഴി വരുന്നതാണ്, ദാത്തു ഇറക്ക് മീക്കാത്ത് വഴി വരലാണ് എളുപ്പം ഉള്ളതുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് അത് പുതുക്കി പണിയുകയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞു മരുഭൂമിയാണെന്ന്. ഇപ്പം മരുഭൂമിയൊന്നുമല്ല, വിശാലമായ റോഡുകളും വിശാലമായ സൗകര്യങ്ങളുമുള്ള വലിയ പള്ളിയൊക്കെ ഉള്ള വലിയൊരു സ്ഥലത്താണ് ഈ ദാത്തു ഇറക്ക് എന്ന മീക്കാത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളും, കുളിക്കാനും വസ്ത്രം മാറാനും ഇഹ്റാം ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അടുത്ത മീക്കാത്താണ് ദുൽഹുലൈഫ. നിലവിൽ ഈ സ്ഥലം അബിയാർ അലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ദുൽഹുലൈഫ എന്ന് നോക്കിയാൽ കാണാൻ സാധിക്കത്തില്ല. അബിയാർ അലി എന്ന് നോക്കിയാൽ മാത്രമാണ് ദുൽഹുലൈഫ എന്ന ഈ മീക്കാത്ത് കാണാൻ സാധിക്കുക. മദീന നഗരത്തിന്റെ തൊട്ടടുത്തുള്ള മീക്കാത്താണ് ദുൽഹുലൈഫ എന്ന ഈ മീക്കാത്ത്. മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ മീക്കാത്ത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മീക്കാത്തുകളെക്കാട്ടും ഏറ്റവും കൂടുതൽ ദൂരം കൂടിയ മീക്കാത്ത് ദുൽഹുലൈഫയിലെ മീക്കാത്താണ്. ദുൽഹുലൈഫയിൽ നിന്നും പരിശുദ്ധമായ കഅബയിലേക്ക് ഏകദേശം 450 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ചതായ മസ്ജിദ് നബവിയിൽ നിന്നും ഏകദേശം 7 മുതൽ 9 കിലോമീറ്റർ വരെ മാത്രമേ ഉള്ളൂ ദുൽഹുലൈഫയിലേക്കുള്ള ദൂരം. മദീന നിവാസികൾ മദീന സന്ദർശനത്തിന് ശേഷം ഹജ്ജ് ഉംറ ചെയ്യാനായി പോകുമ്പോൾ ദുൽഹുലൈഫയിൽ ഇഹ്റാം ചെയ്തതിനു ശേഷമാണ് പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഉംറ ചെയ്ത സന്ദർഭം ദുൽഹുലൈഫയിൽ വന്ന് ഇഹ്റാം ചെയ്തതിനു ശേഷമാണ് ഹജ്ജ് ഉംറ ചെയ്തത്. ഇതാണ് ദുൽഹുലൈഫയിലെ പള്ളി. എല്ലാ മീക്കാത്തുകളെക്കാളും, എല്ലാ മസ്ജിദിനെക്കാളും ഏറ്റവും വലിയ മസ്ജിദും ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള മീക്കാത്താണ് ദുൽഹുലൈഫയിലെ മീക്കാത്ത്. നമുക്ക് കാണാൻ സാധിക്കും, ബസ്സുകളിൽ നേരത്തെ ഇട്ടിരിക്കുന്നു. ഹാജിമാരെല്ലാം ഇഹ്റാം ചെയ്തിട്ട് ഇറങ്ങി മക്കയിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ മീക്കാത്തും ഏറ്റവും കൂടുതൽ ദൂരം കൂടിയ മീക്കാത്തും ദുൽഹുലൈഫയിലെ മീക്കാത്താണ്. അത് അടുത്തതായി 5ാമത്തെ മീക്കാത്താണ്. 5ാമത്തെ മീക്കാത്ത് ജുഹ്ഫ എന്ന മീക്കാത്താണ്. ചെങ്കടലിന് റെഡ് സീഡ് അടുത്തുള്ള മീക്കാത്താണ് ജുഹ്ഫ എന്ന മീക്കാത്ത്. റബീഅ എന്ന സ്ഥലത്താണ് ഈ മീക്കാത്ത് സ്ഥിതി ചെയ്യുന്നത്. ജുഹ്ഫയിൽ നിന്നും പരിശുദ്ധമായ മക്കയിലേക്ക്, പരിശുദ്ധമായ ഹറമിലേക്ക് ഏകദേശം 183 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഷ്യാം, സിറിയ, ഈജിപ്റ്റ്, മൊറോക്കോ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കപ്പൽ വഴിയും കരമാർഗവും വരുമ്പോൾ ജുഹ്ഫയിൽ ഇറങ്ങി ഇഹ്റാം ചെയ്ത് നിയത്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യക്കാർ സാധാരണയായി പോകുമ്പോൾ പല പാതയിലൂടെയാണ് പോകുന്നത്, പല രാജ്യങ്ങൾ താണ്ടിയാണ് പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇന്ത്യക്കാർക്ക് ജുഹ്ഫ എന്ന മീക്കാത്തിന്റെ ബോർഡർ കടക്കേണ്ടതായി വരും. അപ്പോഴും ഇതുപോലെ അനൗൺസ്മെന്റ് ഉണ്ടാവും, ജുഹ്ഫ എത്താറായിട്ടുണ്ട്, ഇഹ്റാം ചെയ്യാത്തവർക്ക് ഇഹ്റാം ചെയ്യാമെന്ന്. അപ്പോൾ ആരെങ്കിലും ഇഹ്റാം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഇഹ്റാം ചെയ്യാവുന്നതാണ്. ഇതാണ് ജുഹ്ഫയിലെ മസ്ജിദ്. ഇവിടെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയും കുളിക്കാനും വസ്ത്രം മാറാനും നമസ്കരിക്കാനും എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മീക്കാത്ത് എന്താണ്, എന്തെല്ലാം മീക്കാത്തുകളാണുള്ളത്, ഓരോ മീക്കാത്തുകളെ പറ്റി നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി എന്താണ് ഇഹ്റാം? ഓരോ ഹാജിയും ഓരോ ഹജ്ജുമയും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് ഇഹ്റാം എന്നത്. നമ്മൾ നമസ്കാരങ്ങൾ നിയത്ത് ചെയ്യാറുള്ളവരാണ്.
2 റക്അത്ത് സുബഹി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമസ്കരിക്കുന്നു നാം പറയാറുള്ളവരാണ്. 3 റക്അത്ത് മഗ്രിബ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് പറയാറുള്ളവരാണ്. റമളാൻ മാസത്തിൽ തറാവീഹിന് ശേഷം നവൈതു സൗമാദിൻ അന്നദാഇ ഫർദ് റംളാനി ഹാദി സനത്തി ഇല്ലാഹി തആല എന്നൊക്കെ നാം നിയത്ത് ചെയ്യാറുള്ളവരാണ്. അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് ഉംറ ചെയ്യുന്ന സന്ദർഭത്തിൽ നിയത്ത് ചെയ്യുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ഇഹ്റാം ചെയ്യുന്നതിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഹ്റാം പൂർണ്ണമാകുന്നതിന് കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് ഇഹ്റാം പൂർണ്ണമാകുന്നത്. ഒന്നാമത്തെ കാര്യം കുളിക്കലാണ്. കുളിച്ചതിന് ശേഷം മാത്രമേ ഇഹ്റാം ചെയ്യാനുള്ളൂ. അതുപോലെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം ഇഹ്റാമിന്. 3-മതായി സുഗന്ധം ഉപയോഗിക്കണം. ഷാഫി മദ്ഹബ് പ്രകാരം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. 4-മതായി 2 റക്അത്ത് നമസ്കരിക്കണം. 5-മതായി നിയത്ത് ചെയ്യണം. അല്ലാഹുമ്മ ഇന്നീ ഉരീദുൽ ഹജ്ജ വൽ ഉംറ എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയത്ത് ചെയ്തതുപോലെ നമ്മൾ നിയത്ത് ചെയ്യണം. 6-മതായി തൽബിയത്ത് ചൊല്ലണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് നമ്മൾ നിയത്ത് ചെയ്യണം. ഈ 6 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ഇഹ്റാം പൂർണ്ണമാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷർത്തായി പറഞ്ഞത് കുളിയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഉംറ ചെയ്ത സന്ദർഭത്തിൽ കുളിക്കലാണ് ചെയ്തത്. അതുകൊണ്ട് കുളിയാണ് സുന്നത്ത്. ഇനി അത് പറ്റാത്തവർക്ക് ഒളു എടുക്കുകയും ചെയ്യാം. 2-മതായി നാം പറഞ്ഞു വൃത്തിയുള്ള വസ്ത്രം ധരിക്കണമെന്ന്. എന്താണ് ഇഹ്റാമിന്റെ വസ്ത്രം? ഇഹ്റാമിന്റെ 1-മത്തെ വസ്ത്രം ഇസാറാണ്. പുക്കിൾ മുതൽ ഞെരിയാണി വരെ കിടക്കുന്ന നീളമുള്ള മുണ്ടിനാണ് ഇസാർ എന്ന് പറയുന്നത്. 2-മതായി റിദാ ആണ്. റിദാ എന്ന് പറഞ്ഞാൽ തോളിലൂടെ ഇടുന്ന ഷോള് പോലത്തെ വസ്ത്രത്തിനാണ് റിദാ എന്ന് പറയുന്നത്. അത് 2 വൃത്തിയുള്ള വസ്ത്രങ്ങളായിരിക്കണം. വെള്ള വസ്ത്രമായിരിക്കണം. സിമ്പിളായ വസ്ത്രമായിരിക്കണം. അതുപോലെ കമീസ് പോലെയോ ജുബ്ബ പോലെയോ പൈജാമ പോലെയോ തയ്ക്കാത്ത വൃത്തിയുള്ള വസ്ത്രങ്ങളായിരിക്കണം ഇഹ്റാമിന് 2 വസ്ത്രങ്ങൾ. അപ്പോൾ സാധാരണയായി നാം ഇഹ്റാം ചെയ്യാറുണ്ട്. സാധാരണ മുണ്ടെടുക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ ഇഹ്റാമിന് മുണ്ടെടുക്കാം. എന്നാൽ ഇഹ്റാം നമ്മൾ ഹജ്ജ് ഉംറ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ തവാഫൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റംലൊക്കെ ഓടുമ്പോൾ നമ്മുടെ മുണ്ട് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹജ്ജിന്റെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പ്രത്യേകമായ ഒരു മുണ്ടെടുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ മുണ്ടെടുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇസാറ്. നമ്മൾ മുട്ടു മുതൽ ഞെരിയാണി വരെ കിടക്കുന്ന ഇസാർ മുണ്ട് ഇതാണ്. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് സാധാരണ ഉടുക്കുന്നത് പോലെ ഇങ്ങനെ നമ്മൾ ആദ്യം പിടിക്കണം ഈ മുണ്ടിനെ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ 2 മുണ്ടിൻ്റെ അറ്റങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കറക്റ്റ് ഒരു ലെവലാക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ നേരെ ലെവലിലാക്കിയിട്ട് നമ്മുടെ കൈ വെച്ച് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ പിടിക്കണം. ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നേരെ നമ്മുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ അകത്തോട്ട് ചുരുട്ടി ചുരുട്ടി വെക്കണം. അപ്പോൾ നമ്മൾ തവാഫ് ചെയ്യുമ്പോഴും നമ്മൾ റംൽ ഓടുമ്പോഴും ഒക്കെ നമുക്ക് സുഗമമായി ഇങ്ങനെ നടക്കാനും ഓടാനും ഒക്കെ സാധിക്കും. റംലൊക്കെ ഓടുമ്പോൾ നമ്മൾ ആരെയും കാലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുണ്ടൂരിപ്പോൾ, അപ്പോൾ ഇങ്ങനെ കെട്ടുവാണെങ്കിൽ മുണ്ടൂരിപ്പോകാതെ നമുക്ക് സുഗമമായി നടക്കാനും എല്ലാം സാധിക്കും. അടുത്തത് നമ്മുടെ റിദ ആണ്. ഇത് നമ്മളെ തോളിലൂടെ ഇടുന്ന ഷോളാണ്. ഈ റിദ ഇടുന്നതിനും പ്രത്യേകമായൊരു രൂപമുണ്ട്. നമ്മൾ ആദ്യം ഈ ഷോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കറക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ കൈയുടെ നേരെ ഇങ്ങനെ നൂത്ത് പിടിച്ചതിന് ശേഷം ഈ വശം ഇച്ചിരി കൂട്ടി നമ്മൾ ഇടണം. എന്നിട്ട് നേരെ ഇത് ഇങ്ങോട്ട് പിടിച്ച് നമ്മൾ ഈ ഒരു വശത്തേക്ക് നമ്മൾ പിൻ ചെയ്ത് നോക്കും. അതിനുശേഷം ഈ കൈ അപ്പോൾ നമ്മുടെ വെളിവാകും.
അപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നേരെ നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രം, ഇതാണ് ഇങ്ങനെയാണ് ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. ഇങ്ങനെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിൽ കൈ കെട്ടുന്നത് പോലെ, നമ്മൾ നമസ്കാരത്തിൽ കൈ കെട്ടിക്കഴിഞ്ഞാൽ സൗണ്ട്, പാട്ട്, ഡാൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഹറാമാകുന്നത് പോലെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഹറാമാകും. ഇതുപോലെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിൽ കൈ കെട്ടുന്നത് പോലെ, കൈ കെട്ടിക്കഴിഞ്ഞാൽ പുറത്തുള്ള ഡാൻസും പാട്ടും എല്ലാം ഹറാമാകുന്നത് പോലെ, അതുപോലെ ഇഹ്റാമിൻ്റെ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഹറാമാകുന്നുണ്ട്. പ്രൊഹിബിറ്റഡ് ഇൻ ഇഹ്റാം. ഒന്നാമതായി ഹറാമാകുന്നത് മുടിവെട്ടലാണ്. ഇഹ്റാമിൻ്റെ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ, ഇഹ്റാമിനെ നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടി വെട്ടാൻ പാടില്ല, അതുപോലെ നഖം വെട്ടാൻ പാടില്ല, കമ്മീസ് പോലെ ജുബ്ബ പോലത്തുള്ള വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാമിന് മുമ്പ് ഉപയോഗിച്ച സുഗന്ധം ബാക്കിയാണ് എങ്കിൽ അത് കുഴപ്പമില്ല. സ്ത്രീകൾ സാധാരണയായി പുരുഷന്മാരിൽ നിന്നും മറയ്ക്കുവാനായി ഹിജാബ് ഇടാറുണ്ട്. എന്നാൽ ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ ഹിജാബ് പാടില്ല. സ്ത്രീകൾ മുഖം മറയ്ക്കാൻ പാടില്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഹറമിലുള്ള ജീവികളെ ഉപദ്രവിക്കുവാനോ ഹറമിലുള്ള ജീവികളെ വേട്ടയാടാനോ പാടില്ല. പുരുഷന്മാർ ഇഹ്റാമിൽ തൊപ്പി ധരിക്കാനോ തല മറയ്ക്കാനോ പാടില്ല. സ്ത്രീ പുരുഷ സമ്പർക്കവും പാടില്ല. അപ്പോൾ നമ്മൾ ഹജ്ജ് എന്താണ്, ഉംറ എന്താണ്, ഹജ്ജ് നിർബന്ധമാകുന്ന ആർക്കെല്ലാമാണ്, ഹജ്ജിന്റെ നിർവഹണം നിർബന്ധമാകുന്ന ആർക്കെല്ലാമാണ്, മീക്കാത്ത് എന്താണ്, ഓരോ 5 മീക്കാത്തുകളാണ്. ആ ഓരോ മീക്കാത്തുകളെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയി പഠിച്ചു. അതിനുശേഷം ഇഹ്റാം എന്താണ്, ഇഹ്റാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇഹ്റാം നിയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിയത്ത് പൂർണ്ണമാകുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഹ്റാമിൽ ഹറാമാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് നാം പഠിച്ചു, ചർച്ച ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവസാനത്തെ ചോദ്യോത്തര സെക്ഷനുകളിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.